നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 29/4/2026 ബുധനാഴ്ച രാവിലെ 9 മണിക്കുള്ള റബ്ബർ വില നോക്കുമ്പോൾ കൂടുകയാണ്. വീണ്ടും മുന്നേറുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. ഈ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 255, RSS ബൈക്കിൽ 251, ISN 20 206, ലാറ്റക്സ് 60% ആച്ചിൽ 159 55 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 245, RSS ബൈക്കിൽ 241. ഇതാണ് രാവിലത്തെ കൊച്ചി വില. അകർത്തല വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 231, RSS ബൈക്കിൽ 230. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS ഫോർക്കിൽ 264 പൈസ, RSS ബൈക്കിൽ 264 52 പൈസ. അതിനെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 236, ലോട്ട് കിലോ 202 മുതൽ 207. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 154, 60% DRC ഒട്ടുപാൽ കിലോ 115 രൂപ 50 പൈസ. ഈ കർണാടക വില നോക്കുമ്പോൾ RSS 3 239 50 പൈസ, RSS 4 കിലോ 239, IS ലോട്ട് 208, RSS 5 233, ലോട്ട് ഒട്ടുപാൽ നോക്കുമ്പോൾ 148 രൂപ. ഫീൽഡ് ലാറ്റക്സ് 217, ഫാക്ടറി വില 227. 25% DRC ഉള്ള 200 ലിറ്റർ വാന് 10,850, 30% DRC ഉള്ള 200 ലിറ്റർ 13,200, 35% DRC ഉള്ള 200 ലിറ്റർ വാന് 15,190, 40% DRC ഉള്ള 200 ലിറ്റർ വാന് 17,360. കേരളത്തിലെ വ്യാപാരിയിലെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS ഫോർക്കിൽ 237, RSS 5 കിലോ 231, ISN 20 200 മുതൽ 250 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 134 മുതൽ 145. കേരളത്തിലെ മറ്റിന വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,025, ഒരു ഭവൻ 1,12,200. ഒരു 24 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 15,300, ഒരു ഭവൻ 1,22,400. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 65 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ 390, കൊപ്ര എടുത്തപടി 158, കശുവണ്ടി 110, അടയ്ക്കാപ്പതി 390, കാഞ്ഞിരക്കുരു 1,850, കയർ ഇടക്കയർ 10, കരിപ്പടി കയർ 10 മുതൽ 15, പിണ്ണാക്ക് എസ്പെലാർ 37, റോട്ടറി 41, കുരുമുളക് അൺകാർബിളിൽ 707, കുരുമുളക് കാർബിളിൽ 727, കുരുമുളക് പുതിയത് 697, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെല് 155, പൈനാപ്പിൾ പച്ച 34, പഴം 34, കാപ്പിക്കുരു കിൻഡൽ 30,500, നെല്ല് കിൻഡൽ 2,500, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690. എന്തായാലും നമ്മുടെ നാട്ടിലെ കുരുമുളക് എപ്പോഴും ഡിമാൻഡാണ്. ഇപ്പോൾ വീണ്ടും കറുത്തപ്പനിൻ്റെ നല്ല കാലമാണ്. പൈപ്പ് കുരുമുളക് കൃഷിയിലൂടെ പുതിയ യുഗം സൃഷ്ടിക്കുകയാണ് യുവ കർഷകർ. ഒരു കാലത്ത് വയനാട് ജില്ലയെ സമ്പൽ സമൃദ്ധിയാക്കിയ കറുത്തപ്പൻ എന്നറിയപ്പെട്ട കുരുമുളക് രോഗബാധയും വിലത്തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം ഇടക്കാലത്ത് ഏറെക്കുറെ അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ വീണ്ടും പുതുതലമുറ കർഷകർ വളരെ കഠിന പ്രയത്നത്തിലൂടെ പൈപ്പുകൾ നാട്ടി അതിൽ കുരുമുളക് വെച്ച് പിടിപ്പിച്ച് ഭംഗിയായി സൂക്ഷിക്കുകയാണ്. അപ്പോൾ കുരുമുളക് നേരിടുന്ന രോഗങ്ങളാണ് വേരുപഴുപ്പ്, കീടാക്രമണം, ഫംഗസ് രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പരിഹാരമായി പൈപ്പ് കുരുമുളക് കൃഷി വ്യാപകമായി സ്വീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം വരുന്നില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം ഏക്കർ കണക്കിന് പൈപ്പ് കുരുമുളക് കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ആദ്യഘട്ട വിളവെടുപ്പ് പൂർത്തിയായതായും കർഷകർ പറയുന്നു. പൈപ്പുകളുടെയും പ്രത്യേകമായി തയ്യാറാക്കിയ മാധ്യമങ്ങളുടെയും വളർത്തുന്ന ഈ കൃഷിരീതിയിൽ മണ്ണിലൂടെ വളരുന്ന രോഗബാധകൾ വലിയ തോതിൽ നിയന്ത്രിക്കാനാകുമെന്നതാണ് പ്രധാന നേട്ടം. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ നട്ടുപിടിക്കാനാകുന്നതും പരിപാലന ചെലവ് കുറവായതും വിളവെടുപ്പ് എളുപ്പമാക്കുന്നതുമാണ് പൈപ്പ് കുരുമുളക് കൃഷിയിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ കാരണം. ഒരു ഏക്കറിൽ നിന്ന് തന്നെ മികച്ച വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൃഷി വകുപ്പിൻ്റെയും കാർഷിക സർവകലാശാലയുടെയും സാങ്കേതിക സഹായവും പരിശീലനങ്ങളും ഈ മാറ്റത്തിന് ഊർജം പകരുന്നുണ്ട്. തുടർച്ചയായ അവരുടെ പിന്തുണയും വിപണന സൗകര്യങ്ങളും ഉറപ്പാക്കാനാൽ വയനാട് വീണ്ടും രാജ്യത്തെ പ്രധാന കുരുമുളക് ഉൽപ്പാദന കേന്ദ്രമായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് കർഷകർ. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം കൂടി കിട്ടിയതോടുകൂടി കർഷകർ വളരെ സന്തോഷത്തിലുമാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.